ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എഗ് മാഗി നൂഡിൽസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഈ മാഗി നൂഡിൽസ് റെസിപ്പി അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തി ഓൾ കൊടുക്കുക. ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വായോ വീഡിയോയിലോട്ട് പോകാം. സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന മാഗിയുടെ അളവിനനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ഒന്ന് തിളച്ച് വന്ന ശേഷം 2 സെറ്റ് ഓഫ് മാഗി നൂഡിൽസാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടിയും അതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് മാഗി ഒന്ന് വെന്ത് വന്ന ശേഷം അതിലേക്ക് ആ മാഗിയിലെ മസാലകളൊന്ന് തട്ടിക്കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാഗിയിലേക്ക് ചേർത്ത് കൊടുത്ത് ആ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. മാഗിയിലുണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്ന് വറ്റാൻ അനുവദിക്കരുത്, കാരണം ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും. സോ അത് ശ്രദ്ധിക്കുക. നമുക്കിനി ഇതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാഗിയിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് 1 സവാള ചെറു പീസസ് ആക്കി നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റും, ഒരു ചെറിയ ക്യാരറ്റും ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം 2 പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ മുട്ടയിലേക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഒഴിവാക്കി അതുപോലെ തന്നെ ആഡും ചെയ്യാവുന്നതാണ്. വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. അടുത്തതായി ഇതിലേക്ക് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളാണ് മുളക് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റം വരുത്താവുന്നതാണ്. ശേഷം ഇതിലേക്ക് ചിക്കൻ മസാല അതും 1/2 ടീസ്പൂണും ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി അതും 1/2 ടീസ്പൂൺ, 1 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി സ്റ്റൗവിലേക്ക് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഓയിൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മുട്ട മിക്സും ഇതിലേക്കൊന്ന് ഒഴിച്ച് ദോശ പോലെ നമുക്കിത് ആക്കിയെടുക്കണം. എന്നിട്ടൊരല്പം കുരുമുളക് പൊടിയും അതിലേക്ക് നമുക്ക് വിതറി കൊടുക്കാം. ഈ സമയം നമ്മുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് ലോയിൽ വയ്ക്കാം. പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. നമ്മുടെ മുട്ടയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാഗി നമുക്ക് വെച്ച് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ഒന്ന് വിതറിക്കൊടുത്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലയും ഒരല്പം ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒന്ന് ഗാർണിഷ് ചെയ്താണ് സെർവ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ അടിപൊളിയായിട്ടുള്ള മാഗി നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെയും വലിയവർക്ക് ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നന്നായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. സാധാരണ നമ്മൾ സ്പെഷ്യലൊന്നും ഇല്ലാതെ മാഗി ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ഈ ഒരു റെസിപ്പി വളരെയധികം ടേസ്റ്റിയാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് ഞങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ആകുന്നത്. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ടാറ്റ.